ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഒരു മിനി വ്ളോഗാണ് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനായിട്ട് പോകണം. ആക്ച്വലി ഞങ്ങൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സാണ്, പക്ഷേ ഇന്ന് നമ്മൾ 2 പേരെ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലുലുവിൽ മീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയി മീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ മൂവി കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ അവിടെയൊക്കെ നടന്ന് നമ്മൾ സംസാരിച്ച് കത്തിവെച്ച് അങ്ങനെ അങ്ങ് പോകും. സമയം പോണത് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും നമ്മളൊന്നും സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ സമയം പെട്ടെന്ന് പോകും. എന്തൊക്കെയോ കുറേ സംസാരിച്ചു, എന്തൊക്കെയോ കുറേ ഇനി ബാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാൾക്ക് ശേഷമാണ് പുള്ളിക്കാരിനെ കാണുന്നത്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് നേരെ പോയി കണ്ടിട്ട് വരാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വ്ളോഗ് എടുക്കും. ഞാനിപ്പോൾ തന്നെ വേർത്ത് കുളിച്ചാൽ പോകുന്നത്. ഞാൻ 2 വീലറിലായിരിക്കും പോകുന്നത്, അതുകൊണ്ട് പോണ സീൻസൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ വേഗം പോട്ടെ. ഇവിടെ നിന്നൊരു കഷ്ടിച്ച് 30 മിനിറ്റ്സാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്, പക്ഷെ നമ്മുടെ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ വന്നാലും ഒരു 40-45 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ വേഗം പോയി വേഗം എത്തിയിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ബൈ. ഞാനിപ്പോൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി എത്തിയിട്ടില്ല. പുള്ളിക്കാരി ഓൺ ദ വേ ആണ്, ട്രാഫിക്കിലാണെന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. മീറ്റ് ചെയ്യുമല്ലേ, ഞാൻ കുറേ ഈ ചോക്ലേറ്റ്സ് എടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് മീറ്റ് ചെയ്യാനായിട്ട്. എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ചോക്ലേറ്റ്സ് മൂവി തിയേറ്ററിലേക്ക് കയറ്റാത്തത് കൊണ്ട് ഞാൻ ആദ്യം കൊടുത്തിട്ട് കാറിനകത്ത് അത് വെച്ചിട്ട് നമ്മൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ആമസോണിന് വാങ്ങിച്ചിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഞാൻ ഔട്ട്ഫിറ്റായിട്ട് ഇട്ടേക്കുന്നത്. ഞാൻ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ശാലുവിനെ തന്നെയാണ്. ഞാൻ ശാലു ചേച്ചി എന്നാണ് എപ്പോഴും വിളിക്കാറ്. 1-2 വയസ്സിന് എൽഡർ ആണെങ്കിലും ഞാൻ അങ്ങനെയാണ് ഒരു റെസ്പെക്റ്റൊക്കെ കൊടുത്ത് ഭയങ്കര ബഹുമാനത്തിലാണ് ഞാൻ വിളിക്കാറ്. പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനൊന്നും ഭയന്ന് വന്നപ്പോഴത്തേനും കൊണ്ടുവന്ന ചോക്ലേറ്റാണ്. ഞാൻ ഇതിനിടയിൽ പുള്ളിക്കാരിനെ ഒരു പ്രാവശ്യം കണ്ടെങ്കിൽ എനിക്കിത് കൊടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അതും കൂടെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഫൈനലി ഷീ ഈസ് ഹിയർ ഗൈസ്. കുറേ ദിവസമായിട്ട് എൻ്റെ ആലമാരിൽ വീട്ടിൽ അപ്പോൾ തന്നെ മൂവിക്കുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ നേരെ PVRലേക്കാണ് ചെന്നത്. നമ്മൾ ലേറ്റായി എന്ന് കരുതിയിട്ട് ഓടിയാണ് ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഓൺ ടൈം ആയിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പോപ്കോൺ കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ശാലു ചേച്ചി ആണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. നേരെ നമ്മൾ പോപ്കോൺ വാങ്ങാനായിട്ട് ചെന്നു. ചീസി പോപ്കോണാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മളെപ്പോഴും അത് തന്നെയായിരിക്കും ചൂസ് ചെയ്യാറ്. പിന്നെ ക്യാരമലും ഇഷ്ടമാണ്, പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടെ ഫേവറേറ്റ് ചീസാണ്. അവിടെ നിന്ന് പോപ്കോൺ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ സ്ക്രീനിലേക്ക് ചെല്ലുവാണേ. അവിടെ ചെന്നപ്പോഴത്തേക്കും സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നേ. സ്ക്രീനാണെന്നറിയാമോ? വല്ലതും അറിയും. മൂവി തുടങ്ങിയ ശേഷമാണ് നേരത്തെ വന്നു പോയി പെട്ടുപോയി. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത് ഓപ്പണായി. നമ്മൾ ഓടിക്കയറി. ആക്ച്വലി മൂവി കാണുന്നതിനെക്കാട്ടും നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നത്. നമുക്ക് കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. എന്തൊക്കെയോ ആ സമയം തുടങ്ങി നമ്മൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരോ ടോപ്പിക്ക് പറഞ്ഞ് സംസാരിച്ച് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മളുടെ ഗ്യാങ്ങിൽ ആരെങ്കിലും 2 പേര് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരാണോ ഇല്ലാത്തത് അവരെക്കുറിച്ചായിരിക്കും കൂടുതൽ ഡിസ്കഷൻസ് നടക്കാറ്. പിന്നെ പുള്ളിക്കാരി ആണെങ്കിൽ വിശന്നിട്ടാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരി ഫുള്ള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ തിന്നോണ്ട് ഇന്റർവെൽ പേരെഴുതി കാണിച്ചതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല.
Airlines brings you the gift of entertainment. A variety gift card that can be used for purchase. മൂവിക്ക് വരുമ്പോഴത്തേനും മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട സംഭവമാണല്ലോ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴുള്ള ഫോട്ടോ. അതൊന്നും എടുക്കാൻ പറ്റില്ല, നമ്മൾ പോപ്കോൺ തീറ്റേൻ്റെ ഇടയിലായിപ്പോയി. പിന്നെ നമ്മൾ ചിക്കനിൽ പോയിട്ട് ചിക്കൻ കഴിച്ചായിരുന്നു. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ, അപ്പോൾ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ചിറ്റ്ചാറ്റിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്നതും കുടിക്കുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നേരെ ചേച്ചി പോവുമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.